Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. PDF കാണാമോ? Good കാണാം ma'am. afternoon, ma'am. Good afternoon. ഇതൊക്കെയുണ്ട് ഫുഡൊക്കെ കഴിച്ചോ? Yes, ma'am. യെസ്. കഴിച്ചടോ, ഫുഡ് കഴിച്ചു. നിങ്ങൾക്ക് ഇന്ന് കുറച്ച് പേര് വർക്ക് ചെയ്യുന്ന ഒഴിവുണ്ടോ? ഒഴിവ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല മാം. ഞങ്ങൾക്കും ഇല്ലടോ, ഞങ്ങളും വർക്ക് ചെയ്തു. ഇന്ന് ലീവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് ലീവ് കിട്ടുമെന്ന് വിചാരിച്ചാ? യെസ്. നമ്മൾക്ക് വേണമെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന് പ്രതീക്ഷിക്കാം, അല്ലാതെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ് വരെ എടുത്തില്ലേ ലേബർ റൂമില്? Next, infection control and waste management. Infection control and waste management. Infection control refers to the policies and procedures used to reduce the risk and cost owing to infection spread, especially in healthcare facilities. Special attention and standard practice should be followed for cleaning the labor room. For infection control practices in labor and blood delivery room place the patients, infants, as well as the healthcare staff at risk. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ലേബർ റൂമിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് കൊടുക്കുന്നത്? ഇൻഫെക്ഷന്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ശരി. അതായത് കുറച്ച് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ഇൻഫെക്ഷന്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കുറച്ച് പോളിസി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ലേബർ വാർഡുമായി ബന്ധപ്പെട്ട്. അതായത് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാത്ത തരത്തിലുള്ള പോളിസീസും പ്രൊസീജിയേഴ്സ് ആണ്. Especially healthcare facilities, special attention and standard practice should be followed for cleaning the labor room. ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊസീജിയേഴ്സ് എന്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ലേബർ ടേബിൾ അല്ലെങ്കിൽ ലേബർ റൂം ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിലാണ് അല്ലെ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് പോളിസീസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാത്ത തരത്തിലുള്ള ക്ലീനിങ് സെക്ഷൻസ് ആണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Then poor infection control practices in labor and delivery room place the patients. നമ്മള് ഇപ്പൊ ലേബർ പേഷ്യൻസില് ലേബർ റൂമില് poor infection control practices ആണ് കൊടുക്കുന്നതെങ്കിലോ എന്തായിരിക്കും സിറ്റുവേഷൻ? അല്ല, നല്ല രീതിയിലല്ല നമ്മള് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും പിള്ളേരെ? ആരെയൊക്കെ അഫക്ട് ചെയ്യാം? ഇൻഫെക്ഷൻ കൂടും. നമ്മള് പൂവർ ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യത ഉള്ളത് ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും ഒരേപോലെ തന്നെ ലേബർ പേഷ്യൻസിനെയും അതോടൊപ്പം എന്താണ് ഇൻഫാൻസിലെ നവജാത ശിശുക്കളെയും അത് അപകടത്തിലാക്കുകയും ചെയ്യും. അപ്പൊ അത് വളരെ റിസ്ക് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ആയിരിക്കണം, സ്റ്റാൻഡേർഡ് ക്ലീനിങ് പ്രാക്ടീസസ് ആയിരിക്കണം ലേബർ റൂമിൽ, പ്രത്യേകിച്ച് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അതുവഴി നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്തൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് കേട്ടോ. Staff collecting waste should be wear utility gloves and closed shoes. Staff collecting waste should wear utility gloves and closed shoes.
സ്റ്റാഫുകൾ വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? എന്ത് വെയർ ചെയ്തിട്ടായിരിക്കണം കളക്ട് ചെയ്യേണ്ടത്? യെസ്, ഗ്ലൗസസ് ആൻഡ് ഷൂസ് അല്ലെ, ഗ്ലൗസസ് ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസ് ആയിരിക്കണം സ്റ്റാഫുകൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത്. Waste to be gathered in leak-proof containers. Waste to be gathered in leak-proof containers. വേസ്റ്റ് എങ്ങനെയായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്? ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം. ലീക്ക് ആവുന്ന കണ്ടെയ്നേഴ്സിലായിരിക്കണോ? ലീക്ക് അല്ലാത്ത കണ്ടെയ്നേഴ്സിലായിരിക്കണം നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിൽ മാത്രമായിരിക്കണം വേസ്റ്റ് കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ലീക്കേജസ് ഉണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. Then waste should be clear for disposal when 3-4 inch full. Waste should be clear for disposal when 3-4 inch full. എന്താ വേണ്ടത്? നമ്മുടെ വേസ്റ്റസ് ഏകദേശം ആ വേസ്റ്റ് ഡിസ്പോസൽ കണ്ടെയ്നേഴ്സ് ഏകദേശം ഒരു 3-4 ഇഞ്ച് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നിറഞ്ഞു തുളുമ്പി പോവാതെ അല്ലെ, നമ്മളത് ആ കണ്ടെയ്നേഴ്സിന് ഒരു വലിപ്പമുണ്ട്, ആ ഒരു വലിപ്പത്തിൽ മാത്രമേ ഏകദേശം 3-4 ഇഞ്ചസ് മാത്രമേ വേസ്റ്റ് നിറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് ക്ലിയർ ചെയ്തത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ? Waste should be clear for disposal when 3-4 inch full. Then waste should be separated into infectious and non-infectious waste. Waste should be separated into infectious and non-infectious waste. Waste നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ഏതാണ്, നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് എന്ന രീതിയിൽ രണ്ട് രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വേസ്റ്റ് നമ്മൾ മാറ്റേണ്ടത്. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നില്ലേ ക്ലാസ് പിള്ളേരെ? യെസ്, അപ്പോൾ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് നോൺ ഇൻഫെക്ഷ്യസ് എന്ന വേസ്റ്റ് എന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വേസ്റ്റ് നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കൂ. റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? ഇപ്പൊ റേഞ്ച് ഉള്ളവർക്ക് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. ഓക്കെ, then disinfect with bleaching mixture followed by washing and autoclave. Disinfect with bleaching mixture followed by washing and autoclave. എന്ത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? ഇത്തരം വേസ്റ്റസ് ഉള്ള ബ്ലീച്ചിങ് മിക്സ്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, ബ്ലീച്ച് പൗഡർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഓട്ടോക്ലേവ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായ രീതിയിലായിരിക്കണം വാഷ് ചെയ്യേണ്ടത്. ഡിസിൻഫെക്ട് ചെയ്യേണ്ടത് എന്ത് മിക്സ്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്? ബ്ലീച്ചിങ് മിക്സ്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. ഓക്കെ, then biomedical waste management standard procedures must be followed. Biomedical waste management standard procedures must be followed. Then last one എന്താ പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റസ് നമ്മൾ എങ്ങനെയായിരിക്കണം? അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം ബയോമെഡിക്കൽ വേസ്റ്റസുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് പ്രത്യേകമായിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ ചാപ്റ്റർ പഠിച്ചായിരുന്നോ? അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം ബയോമെഡിക്കൽ വേസ്റ്റസുകൾ നമ്മൾ, അല്ലെങ്കിൽ BMW വേസ്റ്റസ് ഷോർട്ട് ഫോമിൽ പറയുന്നതാണ് അല്ലെ, BMW വേസ്റ്റസ് നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചിട്ട് മാത്രമായിരിക്കണം നീക്കം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇൻഫെക്ഷൻ കൺട്രോൾ വേസ്റ്റ് മാനേജ്മെന്റിൽ എന്തൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റാഫ് കളക്ടിംഗ് വേസ്റ്റ് should wear utility glasses and closed shoes. വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ കൃത്യമായിട്ട് എന്താണ് യൂട്ടിലിറ്റി ഗ്ലൗസും ക്ലോസ്ഡ് ഷൂസ് ഉപയോഗിച്ചിട്ട് വേണം വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിൽ മാത്രമായിരിക്കണം വേസ്റ്റസ് കൊണ്ടുപോകേണ്ടത്. Waste should be clear for disposal and 3-4 inch full. വേസ്റ്റസ് ഒരു 3-4 inch full ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്ലിയർ ചെയ്ത് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Then waste should be separated into infectious and non-infectious waste. Waste നമ്മൾ എന്താണ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇൻഫെക്ഷ്യസ് വേസ്റ്റസ് എന്നോ നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റസ് എന്ന രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ
ബ്ലീച്ചിങ് ഏജന്റ് ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലെ, ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓട്ടോക്ലേവ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യുക. ബയോമെഡിക്കൽ ബേസിസ് അതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സും പ്രോട്ടോകോൾസും ഫോളോ ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, അടുത്ത നമുക്ക് ന്യൂ ബോൺ കെയർ ആണ്. ന്യൂ ബോൺ കെയർ ആരാണ് ന്യൂ ബോൺസ്? അറിയാലോ, നവജാത ശിശുക്കൾ അല്ലെ. Necessary care at birth of a newborn is compulsory for all labor rooms and obstetrics. OTs of the delivery point. Well-qualified pediatricians, staff nurses, and support staff are needed. For newborn care, നമുക്കറിയാം നമ്മുടെ ജനിച്ച കുട്ടികളെ ഡെലിവറി കഴിഞ്ഞ് കൊടുത്ത ഉടനെ തന്നെ ചില കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടികളെ നമ്മൾ എങ്ങോട്ടാണ് മാറ്റുന്നത്? എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ PICU അല്ലെങ്കിൽ പീഡിയാട്രിക് ICU അല്ലെങ്കിൽ NICU അല്ലെ നമ്മൾ പറയുന്നത്. NICUലേക്കാണ് കേട്ടോ, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, എന്താണ് കുട്ടികൾക്ക് പ്രത്യേക പരിഗണനകൾ കൊടുക്കുക, പ്രത്യേക പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ലേബർ റൂംസും അതേപോലെ തന്നെ എന്താണ് ഒബ്സ്റ്റെട്രിക് ഡിപ്പാർട്ട്മെന്റ്സും എന്താണ് ഒരേപോലെ തന്നെ കമ്പൽസറി ആയിട്ട് ന്യൂബോൺ കെയറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ന്യൂബോൺ കെയറിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ആക്കില്ല അവിടെ ഏതെത്തരം സ്റ്റാഫുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക? പ്രത്യേകമായിട്ട് ഒരു വെൽ ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻ ഉണ്ടായിരിക്കും അല്ലെ. വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഒരു പ്രധാനപ്പെട്ട പീഡിയാട്രീഷ്യൻ ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റാഫ് നഴ്സും ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്, സാറിന് ആവശ്യാനുസരണം മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെ ഉണ്ടായിരിക്കുന്നത്. ഇനി the service given at newborn care facilities consists of, എന്തൊക്കെ ന്യൂബോൺ കെയർ ഫെസിലിറ്റീസ് ആണ് ഇവിടെ കൊടുക്കുന്നത്? ഫസ്റ്റ് വൺ, കെയർ അറ്റ് ബർത്ത്, കുട്ടിയുടെ ജനന സമയത്തുള്ള പരിചരണം. ജനന സമയത്തുള്ള പരിചരണം എന്ന് പറയുന്നതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് കെയർ അറ്റ് ബർത്തില്? ഇനി ജനിച്ച ഉടനെ തന്നെ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏത് തരം കെയർ ആണ് അവിടെ കൊടുക്കുന്നത്? അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. കുഞ്ഞിന്റെ ബ്രീത്തിങ് ഒക്കെ നോർമൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ. ബ്രീത്തിങ് കൃത്യമായ രീതിയിൽ ഉണ്ടാകുക ചെക്ക് ചെയ്തതിനു ശേഷം കുട്ടിയെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് പിന്നെ എന്താണ് എന്തൊക്കെ ചെയ്യാറുണ്ട്? വെയിറ്റ് നോക്കും, ഹാർട്ട് ബീറ്റ് നോക്കും, വെയിറ്റ് നോക്കും, ടൈം നോക്കും, ജനനസമയം അല്ലെ, ജനിച്ച സമയം. ജനിച്ചു വിടുന്നത് തന്നെ എന്താണ് വാക്സിനേഷൻസ് അല്ലെ, വാക്സിനേഷൻസ് നോക്കും. ഫസ്റ്റ് BCG അല്ലെ, ജനിച്ചു വിടുന്ന എടുക്കുന്നത് BCG ആണ്. ടെമ്പറേച്ചർ എടുക്കും, ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ കുട്ടീനെ എന്തിലേക്ക് മാറ്റും? നമ്മൾ റേഡിയൻ ബാർമറിലേക്ക് അല്ലെ, ചൂടിലേക്ക് കുഞ്ഞിനെ എടുക്കുന്നതായിരിക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുള്ളതൊക്കെ ആ ഒരു സമയത്താണ്, ജനന സമയത്താണ് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ ജനിച്ചു വിടാൻ അറിയാത്ത കുട്ടികളുണ്ടാവും അല്ലെ. ഇതുകൊണ്ടാണ് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ കിട്ടാത്തത് അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിനോട് കുഞ്ഞുങ്ങൾ പൊരുത്തപ്പെട്ട് വരത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള കുഞ്ഞുങ്ങളാണ് ചില സമയത്ത് കരയാതിരിക്കുന്നത്. പിന്നെ കരയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കുട്ടികളെ ആവശ്യാനുസരണം അവരെ ഡോക്ടേഴ്സ് അതുപോലെ സ്റ്റാഫുകൾ എന്താണ് കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ തട്ടുന്ന കണ്ടിട്ടില്ല, ഒരുപാട് പേരെ പുഷ് ചെയ്യും പുറകിലെ കുഞ്ഞുങ്ങളെ പുറത്ത് നന്നായിട്ട് തട്ടിയാണ് കുഞ്ഞുങ്ങൾ എന്താ ഒരു കരയും ക്ലാസ്സിൽ ഓക്സിജൻ കിട്ടിക്കുന്ന കുഞ്ഞുങ്ങൾ എന്താണ് കരയും. ഓക്കെ, അപ്പൊ അത്തരം കെയർസ് ഒക്കെയാണ് എന്ത് ആ ഒരു സമയത്ത് ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് ന്യൂബോൺ കെയർസ് കൊടുക്കും. പിന്നെന്താണ് ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂബോൺ. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂബോൺ എന്താണ്? അസുഖമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു പ്രത്യേക പരിഗണനയായിരിക്കും കൊടുക്കുന്നത് അല്ലെ. സ്റ്റേബിൾ ആവുന്നത് വരെ അവരെ പ്രത്യേകമായിട്ടുള്ള ഒരു പരിചരണത്തിലായിരിക്കുള്ളൂ ആ ന്യൂബോൺസിനെ നമ്മൾ നോക്കും. പ്രത്യേകിച്ച് സിക്ക് ന്യൂബോൺ നമുക്ക് ജനിച്ചു എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് കാണിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ്
മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയായിരിക്കും. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഇപ്പൊ മഞ്ഞ കളറ് കുട്ടികൾക്ക് മഞ്ഞപ്പുണ്ടെന്ന് പറയാറില്ലേ, യെല്ലോ കളർ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്താണ് നമ്മൾ NICUലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റും. അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും ചെയ്യും. പ്രത്യേകമായിട്ട് അവരെ നമ്മൾ കെയർ ചെയ്യും. പിന്നെ റീസസിക്കേഷൻ. എന്താണ് റീസസിക്കേഷൻ? പുനരുജ്ജീവനം എന്ന് പറയാം അല്ലെ. എന്താണ് റീസസിക്കേഷൻ? ആ ഒരു ടൈമില് ചില കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അൺഎബിൾ ടു ബ്രീത്ത്, ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് എന്താ റീസസിക്കേഷൻ എന്ന് പറയുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഹെൽപ്സ് ന്യൂ ബോൺ ഹു ആർ അൺഎബിൾ ടു ബ്രീത്ത് ഓൺ ദെയർ ഓൺ. അതായത് ജനന സമയത്ത് കരയാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആയിട്ട് കുട്ടികൾക്ക് നമ്മള് കൃത്യമായ രീതിയിലുള്ള ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് മാറ്റി കൊടുത്തുകൊണ്ട് അവരെന്താണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് റെസിസിക്കേഷൻ. അത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ റെസിസിക്കേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞ് കരയുന്നില്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള ഡിവൈസസ് ഉപയോഗിച്ചിട്ട് കുഞ്ഞിനകത്തേക്ക് ശ്വാസം കൊടുക്കാനും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ പുറത്ത് തട്ടി നന്നായിട്ട് തട്ടിയാണ് കുഞ്ഞുങ്ങളെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ കരയാൻ വിടുന്നത്. ബ്രീത്തിങ് നോർമൽ ആകുമ്പോഴാണ് കുട്ടി വാ കുളിച്ച് നന്നായിട്ട് ഓപ്പൺ ആയിട്ട് കരയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് കുഞ്ഞ് കരയുന്നത് വരെ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ ആ NICUലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, then displaying of vitals. Displaying of vitals. എന്താണ് displaying of vitals? എന്ത് വൈറ്റൽസ് ആണ് നോക്കുന്നത്? കുട്ടികളുടെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യില്ലേ? ടെമ്പറേച്ചർ നോക്കും, കുട്ടിയുടെ ഹാർട്ട് റേറ്റ് ഓക്കെ ആണെന്ന് നോക്കും അല്ലെ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ബോർഡിൽ ചെക്ക് ചെയ്തതായിരുന്നു. സിക്കുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താണ് നമ്മുടെ മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടായിരുന്നു കുട്ടികൾ അവരുടെ വൈറ്റൽ സയൻസ് ഒക്കെ അതിൽ ചെക്ക് ചെയ്തു. എന്തെങ്കിലും ഇൻകേസ് കോംപ്ലിക്കേഷൻസ് ഉള്ള കുട്ടികൾക്ക്. ഓക്കെ, യെസ്. Then immunization services. Immunization services. എന്താണ് immunization services? പ്രതിരോധ കുത്തിവെപ്പുകൾ അല്ലെ. ഫസ്റ്റ് കുട്ടി ജനിച്ച ഉടനെ നടക്കുന്ന കുത്തിവെപ്പ് ഏതാണ്? വാക്സിനേഷൻ ഏതാണ്? BCG അല്ലെ. BCG. എന്താണ് BCG? എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് BCG എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് പ്രൊട്ടക്ഷൻ ആണ്? നമ്മുടെ കുട്ടത്തിൽ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അറിയാൻ പാടില്ലേ? യെസ്, വെരി ഗുഡ്. TB അല്ലെ. TBയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ BCG എടുക്കുന്നത്. ഓക്കെ, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ്. ഓക്കെ, ജനിച്ച ഉടനെ എടുക്കുന്നതാണ് നമ്മൾ എന്താ BCG സർവീസ്. അതിനുശേഷം ഒരു മാസങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ വീക്ക് ബൈ വീക്ക് ആയിട്ട് എന്താണ് അവർക്ക് വാക്സിനേഷൻസും മറ്റു പ്രതിരോധ മരുന്നുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഏത് സർവീസസിൽ ഉൾപ്പെടാൻ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ സർവീസസിൽ പറയാവുന്ന. ഓക്കെ, നെക്സ്റ്റ്, ചെക്ക് ഫോർ ഇൻബോൺ ഇറഗുലാരിറ്റി. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി. Check for any inborn irregularity. What is irregularities? എന്താണ് inborn? ജനന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടാകുന്നത്. എങ്ങനത്തെ ഇൻബോൺ ഇറഗുലാരിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ വരുന്നത്? റെസ്പോണ്ട് ചെയ്യണേ, ഉണ്ടാതിരിക്കില്ലേ? ഹാൻഡിക്യാപ്ഡ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കുഞ്ഞിന്റെ കേൾവി അല്ലെങ്കിൽ കാഴ്ചശക്തിയായ ഡിഫക്റ്റ് ഇതൊക്കെ നമ്മൾ ആ ഒരു സമയത്താണ് ചെക്ക് ചെയ്യുന്നത്. കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള റെഗുലാരിറ്റീസ് ജനന സമയത്ത് തുടങ്ങി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ കൈയിനോ കാലിനൊക്കെ വളർച്ചക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊക്കെ ആ ഒരു സമയത്താണ് ന്യൂ ബോൺ കെയറിന്റെ ആ ഒരു ടൈമിലാണ് അതൊക്കെ ഈ ഒരു സർവീസൊക്കെ ആ ഒരു സമയത്താണ് ഇതെല്ലാം നോക്കുന്നത്. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്.
എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് ഫീഡിങ് സപ്പോർട്ട്സ്. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ടുകൾ ഫസ്റ്റ് ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് സാധ്യമല്ല. കുറച്ച് ചിലർക്ക് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പൊ അതിന് നമ്മൾ എന്താണ് അമ്മയും കുഞ്ഞിനെ ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ പൊസിഷൻ ഒക്കെ ചെയ്ത് ഫസ്റ്റ് നമുക്കിപ്പോ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ പറ്റിയെന്ന് വരില്ല അല്ലെ. ഇപ്പൊ കുഞ്ഞിനെ പിടിക്കേണ്ട പൊസിഷൻസ് അല്ലെങ്കിൽ കുഞ്ഞിനെ ഏത് സൈഡിലാണ് പൊസിഷൻ ചെയ്യേണ്ടത്, എത്ര സമയം എടുക്കും ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതൊക്കെ ആ ഒരു സമയത്ത് നമ്മളൊന്ന് കെയർ അവിടുത്തെ സ്റ്റാഫുകളും മറ്റും ആണ് ആ ഒരു സമയത്ത് നമ്മൾ കെയർ ചെയ്ത് തരുന്നത്. നമുക്ക് പോയവർക്ക് അറിയാൻ പറ്റില്ല, ലേബർ പേഷ്യൻസിന് എല്ലാവർക്കും അറിയാൻ പറ്റും എങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേകമായ സപ്പോർട്ട് കൊടുക്കുന്നതും ന്യൂ ബോൺ കെയറിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ലുക്കിംഗ് ടു എ ഹൈ റിസ്ക് ഓഫ് ന്യൂ ബോൺ. ലുക്കിംഗ് ടു ഹൈ റിസ്ക് ഓഫ് ന്യൂ ബോൺ എന്താണ്? ലുക്കിംഗ് ടു ഹൈ റിസ്ക് ഓഫ് ന്യൂ ബോൺ എന്ന് പറയുന്നത് ഇതിൽ ഉയർന്ന അപകട സാധ്യതയുള്ള നവജാത ശിശുക്കൾ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ടതുണ്ട്. കോംപ്ലിക്കേഷൻസ് ഉള്ള കുട്ടികൾ, ഒട്ടും ബ്രീത്തിങ് എടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാകും, ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ്, ലിംഗച്ച ബേബീസ്, പ്രീമച്ച ബേബീസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇപ്പൊ മാസം തികയാതെ പ്രസവിച്ച കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തായിരിക്കും കുറവെന്ന് പറയുന്നത്? ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻസ് ഉണ്ടാവാം. വളർച്ചക്കുള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ചിലപ്പോൾ റിസ്ക് വരാനുള്ള സാധ്യതകൾ വേണമെങ്കിൽ കോംപ്ലിക്കേഷൻസ് സംഭവിക്കും. അപ്പൊ അങ്ങനെയുള്ള ഹൈ റിസ്ക് ഉള്ള ന്യൂ ബോൺ ബേബികളെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. റെഫറൻസ് സർവീസസ് എക്സെട്ര. എന്താണ് റെഫറൻസ് സർവീസസ്? റെഫറൻസ് സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ആണോ? ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് പറയാം. ഇൻ കേസ് നമ്മൾക്ക് ചിലപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താണ് മറ്റെവിടെയെങ്കിലേക്ക് കാളെ റെഫർ ചെയ്യുന്നതായിരിക്കും അല്ലെ. ആണോ? റെഫറൻസ് സർവീസസ് എന്ന് പറയുന്നത് അല്ല. വൈ? പിന്നെ എന്താണ് റെഫറൻസ് സർവീസസ്? അല്ല. ഓക്കെ, യെസ്. അങ്ങനെയാണ് കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉണ്ടായിരിക്കും. റെഫറൻസസിലെ കുട്ടിയുടെ ജനന സമയം മുതൽ പ്രസന്റ് പോയിന്റ് വരെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് റെഫറൻസസിൽ ഉണ്ടായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലാണ് കുട്ടിയെ നമ്മൾ മറ്റൊരു സംവിധാനത്തിലേക്ക് റെഫർ ചെയ്യുന്നത്. ഡോക്ടർ തന്നെ റെഫർ ചെയ്യുന്നതായിരിക്കും. യെസ്, നോക്കൂ, ന്യൂ ബോൺ കെയർസിൽ എന്തൊക്കെ സർവീസസ് ആണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, കെയർ അറ്റ് ബർത്ത്. കുട്ടിയെ ജനന സമയത്ത് കുട്ടിയെ കൃത്യമായ രീതിയിൽ കെയർ കൊടുക്കുന്നു. പിന്നെ ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. എന്താണ് ബേസിക് കെയർ? അതായത് ഏതെങ്കിലും അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള കെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. റീസസിക്കേഷൻ പ്രൊസീജിയേഴ്സ്, പ്രത്യേകിച്ച് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കെയറിങ്. ദെൻ ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്, പ്രത്യേകമായിട്ട് കുട്ടികളുടെ വൈറ്റൽ സയൻസുകൾ മോണിറ്റർ ചെയ്യുന്നത്. ദെൻ ഇമ്മ്യൂണൈസേഷൻ സർവീസസ്, ജനിച്ച ഉടനെയുള്ള വാക്സിനേഷൻ പ്രൊസീജിയേഴ്സുകൾ നടത്തുന്നു. പ്രത്യേകിച്ച് BCG വാക്സിൻസ് എടുക്കുന്നത്. BCGയുടെ ഫുൾ ഫോം അറിയാമോ നിങ്ങൾക്ക്? എഴുതണോ? BCG ബാസിലസ് കാൽമറ്റെ കുറൈൻ ആണ് കേട്ടോ. ബാസിലസ് കാൽമറ്റെ കുറൈൻ. Take off for any inborn irregularities. അത് ജനന സമയത്ത് എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുന്നു. ദെൻ ബ്രസ്റ്റ് ഫീഡിങ്ങിനും ഫീഡിങ് സപ്പോർട്ട് കൃത്യമായ രീതിയിൽ കൊടുക്കുന്നു. പിന്നെ ഹൈ റിസ്ക് ഉള്ള ന്യൂ ബോൺസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പരിചരണം. റെഫറൻസ് സർവീസസ് ഇത്തരം കെയേഴ്സ് ആണ് ന്യൂ ബോൺ സർവീസസിൽ പ്രധാനമായിട്ട് കൊടുക്കുന്ന കെയേഴ്സ് സർവീസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസ് നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. പ്രത്യേക പരിചരണം കൊടുക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ എന്തൊക്കെ രീതിയിലാണ്, എങ്ങനെയാണ് അവർക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ അവരെ കെയർ ചെയ്യേണ്ടത്, എന്തൊക്കെ ആവശ്യകതകൾ ഉണ്ടതില്ല?
BCG full form. Type ചെയ്തല്ലോ. Spelling പറയാം. Bacillus calmette-guerin. Bacillus. 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 Calmette. Yes. CALMETTE. Calmette-guerin. GUERIN. Okay. Before handling the baby, strictly wash hands. Before handling the baby, strictly wash hands. ന്യൂബോൺ ബേബീസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് നിർബന്ധമായിട്ടും കൈകൾ വൃത്തിയായിട്ട് സാനിറ്റൈസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് വേണം കുട്ടികളെ നമ്മൾ എടുക്കാനായിട്ട് അല്ലെ. ഓക്കെ. Then rooming in the baby with the mother. Rooming in the baby with the mother. എന്താണ് അമ്മയ്ക്ക് നമ്മളെ കുഞ്ഞിന്റെ റൂമ എങ്ങനെയായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. അമ്മയ്ക്ക് കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായ രീതിയിലൊരു പരിചരണമാണ് ശരിക്കും ആ ഒരു റൂമിൽ നമ്മൾ കൊടുക്കുന്നത്. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ചെയ്തിരിക്കുന്ന റൂം ആയിരിക്കണം. അമ്മയും കുഞ്ഞ് അവിടെ ആ ഒരു റൂമിൽ എപ്പോഴും എന്താണ് സുരക്ഷിതമായി വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് മാത്രമായിരിക്കും അതിനകത്ത് അവരെ പരിചരിക്കേണ്ടത്. ഓക്കെ. Then keep the baby warm. എന്താണ് കീപ് ദ ബേബി വാം? കുഞ്ഞിന് കൃത്യമായിട്ടൊരു ചൂട് നിലനിർത്തേണ്ടതുണ്ട് അല്ലെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നിലനിർത്തേണ്ടതുണ്ട്. കീപ് ദ ബേബി വാം. Then extra care. Extra എന്നാണോ നിങ്ങളുടെ ടെക്സ്റ്റ് എടുക്കുന്നത്? എക്സ്ട്രാ എന്നാണോ എടുക്കുന്നത്? ടെക്സ്റ്റ് ഇവിടെ നമ്മുടെ PDF ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ സ്പെല്ലിംഗ്. എക്സ്ട്രാ കെയർ എന്നാണ് കേട്ടോ. Extra care should be taken to the temperature in preterm and LPW baby. ആർക്കാണോ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത്? LPW baby എന്ന് പറയുന്നത് എന്താണ്? ലോ ബർത്ത് വെയിറ്റ് കേട്ടോ. ലോ ബർത്ത് വെയിറ്റ് LOW. ലോ LAW അല്ല കേട്ടോ. ലോ ബർത്ത് വെയിറ്റ്. LPW എന്ന് പറയുമ്പോ എത്ര ഗ്രാമിൽ കുറവായിരിക്കും ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുമ്പോ? ടു kg അല്ലെ. 2 kg കുറവായിരിക്കും. 2 kg ആയിരിക്കണമെങ്കിൽ 120 എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ. എങ്കിലും നമ്മള് രണ്ടിൽ കുറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ കുറവ് വരുമ്പോഴാണ് നമ്മൾ ലോ ബർത്ത് വെയിറ്റ് ആണെന്ന് പറയുന്നത് അല്ലെ. ഓക്കെ. LBW നോട്ട് ചെയ്യണം കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സ്പാൻഷൻ ചോദിക്കും. ലോ ബർത്ത് വെയിറ്റ്. Then keep the cord dry and clean. Keep the cord dry and clean. ഏത് കോഡിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്? Keep the cord. Which cord? Umbilical cord. It's very good. Umbilical cord കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അത് ഡ്രൈ ആയിട്ട് നമ്മൾ വേറെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ എന്താണ് നമ്മൾ കൃത്യമായിട്ടത് അവിടെ ഒരു ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കട്ട് ചെയ്തതിനു ശേഷം അത് കവർ ചെയ്തൊന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. തന്നെ അത് വിട്ടുപോകും അല്ലെ. തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിട്ടുപോകുന്നതായിരിക്കും. അതെപ്പോഴും എങ്ങനെയായിരിക്കണം? നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നനവൊന്നും പാടില്ല. ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത. ഓക്കെ. ഓക്കെ. The care provider should receive the newborn at given intervals after delivery. The care provider should perceive the newborn at given intervals after delivery. എന്ന് പറയുന്നത് അവിടെയുള്ള കെയർ പ്രൊവൈഡേഴ്സ് നിശ്ചിത ഇടവേളകളിൽ എന്താണ് നമ്മുടെ ന്യൂബോൺസിന് ഇടയ്ക്കിടയ്ക്ക് നിശ്ചിത ഇടവേളകൾ അവിടെ കെയർ ചെയ്യേണ്ടതുണ്ട്. അവരെ എന്താണ് നല്ലതിലെ ശിശുവിനെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടതുണ്ട്. ഓക്കെ. നിശ്ചിതമായ ഇന്റർവെൽസില് കെയർ പ്രൊവൈഡേഴ്സ് ന്യൂബോൺ ബേബീസിന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ പ്രോപ്പർ ന്യൂബോൺ കെയർസ് ആണ് ഇവിടെ പറയുന്നത്? ഒന്ന്, നമ്മള് ബേബിനെ എടുക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കൈകൾ നല്ല രീതിയിൽ വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രമായിരിക്കും കുഞ്ഞുങ്ങൾ എടുക്കേണ്ടത്. പിന്നെ എന്താണ് അമ്മയുടെ ഉള്ള കുഞ്ഞിന്റെ മുറി എപ്പോഴും എങ്ങനെയായിരിക്കണം? വളരെ ക്ലീൻഡ് ആയിരിക്കണം. വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു റൂം ആയിരിക്കണം. പിന്നെ കുട്ടിയുടെ എപ്പോഴും ചൂട് കൃത്യമായിട്ട് നിലനിർത്തേണ്ടതുണ്ട്. കീപ്പിംഗ് ദ ബേബി വാം. പിന്നെ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത് ഏത് തരം കുട്ടികൾക്കാണെന്നുള്ള LBW ബേബീസിനാണ് അല്ലെ. LBW ബേബീസ് മീൻസ്
ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെന്താണ് keep the cord dry and clean. ഇതൊക്കെ cord എപ്പോഴും നമ്മൾ ക്ലീൻ ആൻഡ് ഡ്രൈ ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ കെയർ പ്രൊവൈഡേഴ്സ് നിശ്ചിത ഇടവേളകളിൽ കുട്ടിയെ ചെക്ക് ചെയ്യുന്നത് നവജാത ശിശുക്കളെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം ഇതൊക്കെയാണ്. എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് അതിനകത്തേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് വേണ്ടത്? Entry to the labor room should be indirect, typically a buffer zone. Requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. എന്താണ് നമുക്കറിയാം, ഇതൊരു ബഫർ സോൺ, അത് പ്രത്യേക മേഖലയാണല്ലേ ലേബർ റൂം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശമുള്ള നിർവാഹം ഇല്ലാത്തതാണ്. പ്രത്യേകിച്ച് നമ്മൾ അതിനകത്തേക്ക് കയറുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്? നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചെരുപ്പ് ഉപയോഗിച്ചാൽ ചപ്പൽസ് ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം അതിന്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത് ആണോ? അല്ല അല്ലെ? ഷൂസ് ചേഞ്ച് ചെയ്യണം, മാസ്ക് ഉപയോഗിക്കണം, ക്യാപ്സ് ഉപയോഗിക്കണം. അല്ലെ? ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഓക്കെ, അതൊരു ബഫർ സോൺ ആയതുകൊണ്ട് തന്നെ പ്രത്യേക മേഖല ആയതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടത്. പിന്നെന്താണ്? എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി പെർമിറ്റഡ് ഓൺലി ദ പ്രഗ്നന്റ് വുമൺ, ഹെർ ബർത്ത് പാർട്ട്ണർ, ഡോക്ടർ, നഴ്സ്, ANM on duty and other supporting staff. Cleaning staff should be allowed periodically. ഇനി ഇതിന്റെ അകത്തേക്ക് പ്രവേശനമുള്ളത് ആർക്ക് കയറിക്കുള്ളൂ പെർമിഷൻ ഉള്ളത്? ഒന്ന് പ്രഗ്നന്റ് വുമൻസ്, പിന്നെ ഹെർ ബർത്ത് പാർട്ട്ണർ. ബർത്ത് പാർട്ട്ണർ ആരാണ്? ഹസ്ബൻഡ് അല്ലെ? പിന്നെ ഡോക്ടേഴ്സ്, നഴ്സ് ആൻഡ് ANM on duty. ANM ആരാണ്? ANM auxiliary nurse midwifery. അതായത് നമ്മൾ മലയാളത്തിലെ ഒരു സൂതകർമ്മിണികൾ എന്ന് പറയുന്നത് ലേബർ പേഷ്യൻസിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലാതെയുള്ള സ്റ്റാഫുകളെയാണ് നമ്മൾ ANM എന്ന് പറയുന്നത്. auxiliary nurse midwife. auxiliary nurse midwife. auxiliary nurse midwife. ഓക്കെ, പിന്നെ ആരൊക്കെയാണ്? and other supporting സ്റ്റാഫുകൾ, ഡോക്ടേഴ്സും നഴ്സും ഹെൽത്ത് പാർട്ട്ണറും അതുപോലെ ലേബർ പേഷ്യൻസ് പ്രഗ്നന്റ് വുമണും ANM പിന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ക്ലീനിങ് സ്റ്റാഫുകൾ എങ്ങനെയാണ് അതിനകത്തേക്ക് പ്രവേശിക്കുന്നത്? അവർക്ക് പീരിയോഡിക് എൻട്രി മാത്രമാണ്, നിശ്ചിത പീരിയോഡിക് പീരീഡിൽ മാത്രമായിരിക്കുള്ളൂ അവർ അതിനകത്തേക്ക് ക്ലീനിങ് സ്റ്റാഫുകൾ പ്രവേശിക്കുന്നത്. ഓക്കെ, പിന്നെ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം സ്ലിപ്പേഴ്സ്, ക്യാപ് and mask should be worn by all visitors including the companion. Before getting into the room, slippers, cap and mask should be worn by all visitors including the companion. എന്താ പറയുന്നത്? വിസിറ്റേഴ്സോ ആരെങ്കിലും കമ്പാനിയൻസ് അതിനകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. ക്യാപ്സും മാസ്കും കൃത്യമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം, സ്ലിപ്പേഴ്സ് ഉൾപ്പെടെ ഇത് ഉപയോഗിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഓക്കെ, then any visit of people done on duty staff, pregnant woman and birth companion to the labor room should be short and timed to the task, such as cleaning, etc. Any visit of people other than on duty staff, pregnant woman and birth companion to the labor room should be a short and time to the task. എന്താണ് അവിടെ പറയുന്നത്? ഒരുപാട് സമയം നമുക്ക് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? അതിന്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ? ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഒരു ഷോർട്ട് ടൈം പീരീഡിൽ മാത്രമായിരിക്കും നമുക്ക് അതിന്റെ അകത്തേക്ക് എൻട്രി ഉണ്ടായിരിക്കുന്നത് അല്ലെ? പ്രത്യേകിച്ച് വിസിറ്റേഴ്സിന് പ്രത്യേകിച്ച് എന്താണ്, ഒരു പ്രത്യേക പീരീഡിൽ മാത്രമായിരിക്കും അതിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞ പോലെ എന്താണ്, ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ അവർക്കും ഒരു പ്രത്യേക ടൈം ഉണ്ട്. ഒരു പീരിയോഡിക് എൻട്രീസിൽ മാത്രമാണ് ക്ലീനിങ് സ്റ്റാഫുകൾ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, then
Male staff entry should be confined only to those who are on duty or have been called for any accessories and fittings. They should be humble and gracious to the dignity and privacy of the woman. ഇനി ഏതെങ്കിലും മെയിൽ സ്റ്റാഫുകൾ അതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആക്സസറീസ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും മെയിൽ സ്റ്റാഫുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അകത്ത് വരികയാണെങ്കിൽ എന്താണ് അവിടെയുള്ള വേർപെട്ട ഇഷ്യൂസിന്റെ ഡിഗ്നിറ്റി കളയുന്ന തരത്തില് ഒരു യാതൊരു വിധ പെരുമാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അവരോട് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, ഹംബിൾ ആൻഡ് ഗ്രേഷ്യസ് ആയിരിക്കണം. ഓക്കെ, നല്ല രീതിയിലുള്ള ബിഹേവിയർ മാത്രം അതായത് പ്രഗ്നന്റ് വുമൻസിന്റെ പ്രൈവസി ഇല്ലാത്ത തരത്തിലുള്ള യാതൊരു ബിഹേവിയേഴ്സും പുറത്തുനിന്ന് വരുന്ന ഒരു മെയിൽ സ്റ്റാഫുകളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകാനായിട്ട് പാടുന്നില്ല. ഓക്കെ, യെസ്, മനസ്സിലായില്ലേ? മെയിൽ സ്റ്റാഫുകൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇപ്പോ ലേബർ റൂമിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നതിനൊക്കെ എന്താണ് ചിലപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൽ സ്റ്റാഫുകൾ അകത്തേക്ക് കയറേണ്ടി വരും അല്ലെ, പുരുഷന്മാരെ. ആ സമയത്ത് എന്താണ്, they should be humble and gracious to the dignity and privacy of the woman. സമയത്ത് ലേബർ പേഷ്യൻസ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലായിരിക്കും അവിടെ ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, ആരാണ് ബിഹേവ് ചെയ്യേണ്ടത്? മെയിൽ സ്റ്റാഫുകൾ. ഓക്കെ, മനസ്സിലായോ? എളുപ്പമല്ല, അതെന്താ നിങ്ങളോട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലല്ലോ. ചെക്കൻ പോയിട്ടോ പറഞ്ഞുതരാം. ഒന്നുകൂടി നോക്കാം. പ്രോട്ടോകോൾസ്. ലേബർ റൂമിനകത്ത് കയറുന്ന സമയത്ത് നമ്മൾ ഷൂസ് ഒക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ മാസ്കും ക്യാപ്സ് ഒക്കെ ധരിച്ചതിന് ശേഷം മാത്രം അധികം നേരത്തേക്ക് കയറേണ്ടത്. എന്തുകൊണ്ടാണ്? അതൊരു ബഫർ സോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് അതിനകത്തേക്ക് കയറാനായിട്ട് പാടുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് മാസ്കും ക്യാപ്സ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിന്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഇനി അതിൽ കുറച്ച് പേർക്ക് മാത്രമേ അതിന്റെ അകത്തേക്ക് പ്രവേശനമുള്ളൂ, പെർമിഷൻ ഉള്ളൂ. ആർക്കൊക്കെയാണ്? ഒന്ന് പ്രഗ്നന്റ് വുമന്, ബർത്ത് പാർട്ട്ണർ, ഡോക്ടർ, നഴ്സ് അല്ലെങ്കിൽ ANM, ഓക്സിലറി നഴ്സ്, മിഡ്വൈഫറി അല്ലെങ്കിൽ സൂതകർമ്മിണികൾ അല്ലെങ്കിൽ അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഇത്രയും പേർക്ക് മാത്രമേ അതിന്റെ അകത്തേക്ക് എൻട്രീസ് ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ് ക്ലീനിങ് സ്റ്റാഫുകൾ നമ്മുടെ പീരിയോഡിക് പീരീഡിലുള്ള എൻട്രീസ് മാത്രം, അതായത് അവരുടെ സമയത്തിന് ക്ലീൻ ചെയ്യുന്നതിനുള്ള കൃത്യ ടൈമിൽ മാത്രമായിരിക്കും അവർ കയറുന്നതും ഇറങ്ങുന്നതും. ഓക്കെ, അല്ലാത്തൊരു കുറച്ച് സമയത്ത് മറ്റുള്ള ആരെയും തന്നെ അതിലേക്ക് പ്രവേശിപ്പിക്കില്ല. പിന്നെ ഇപ്പൊ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ കമ്പാനിയൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വരുന്ന സമയത്ത് എന്താണ് അവര് മാസ്കും ഗ്ലൗസ് ഒക്കെ ധരിച്ചതിന് ശേഷം മാത്രമേ അതിനകത്തേക്ക് കയറാനായിട്ട് പാടുള്ളൂ. പിന്നെ മനസ്സിലായോ സെക്കൻഡ് പോയിന്റ്? Okay. Then any visitors of special than on duty staff, pregnant women and birth, companion to the labor room should be short and time to the task. നമ്മളെ വിസിറ്റ് ചെയ്യുന്ന ആര് വന്നാലും ആരാണെങ്കിലും എന്താണ് അവിടെ കൃത്യമായിട്ട് ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിനുള്ളിൽ മാത്രമേ അകത്ത് നമുക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. പ്രത്യേകിച്ച് ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ. പിന്നെ മെയിൽ സ്റ്റാഫുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള എൻട്രീസ് അതിനകത്തേക്ക് വരികയാണെങ്കിൽ പ്രഗ്നൻസി വുമൻസിന് പ്രൈവസി, അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ബിഹേവിയേഴ്സ് കാര്യങ്ങളോട് എപ്പോഴും ഹംബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം അവിടെ കൊടുക്കുന്നത്. ഓക്കെ, these are the protocols and for the entry for the labor room. മനസ്സിലായോ? Yes. Next one, protocols for working in the labor room. ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരുടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെയാണ് protocol for working in the labor room. All the staff must wear personal protective at the timing of performing delivery and at all the times caps and masks must be worn. എന്താണ് ഇവിടെ വർക്ക് ചെയ്ത് ഡെലിവറി ടൈമിൽ എന്തായാലും നിർബന്ധമായിട്ടും എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ PPE അവർ എന്തായാലും നിർബന്ധമായിട്ടും ധരിച്ചിരിക്കേണ്ടതുണ്ട്. അല്ലാത്ത സമയത്ത് എന്താണ് അല്ലാത്ത എല്ലാ സമയത്തും മാസ്കും ക്യാപ്സും കൃത്യമായിട്ട് ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് അത് ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഡെലിവറി നടക്കുന്ന സമയത്ത് എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്സ് ഉപയോഗിക്കുക. അതോടൊപ്പം അല്ലാത്ത സമയത്ത് എന്താണ് മാസ്കും ക്യാപ്പുകളും നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതാണ്. Then disposable sterile gloves should be used after accurate hand washing
while examining the delivery. Protocol for infection prevention. Other hand, sorting out and disposal in the bins should strictly be adhered, and the protocol poster should be wall mounted in the area where color coded bins are located. Next, disposable sterile gloves. Disposable sterile gloves should be used after accurate hand washing while examining of the delivery. നമ്മൾ എങ്ങനെയാണ് എപ്പോഴാണ് ഗ്ലൗസസ് യൂസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഗ്ലൗസസ് യൂസ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം അല്ലെ, ആഫ്റ്റർ ആക്യുറേറ്റ് ഹാൻഡ് വാഷിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസസുകൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ദെൻ പ്രോട്ടോകോൾ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതായത് അവിടെ പ്രത്യേകമായിട്ട് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പാലിക്കേണ്ടതുണ്ട്. സോർട്ടിംഗ് ഔട്ട് ആൻഡ് ഡിസ്പോസബിൾ ഇൻ ദ ബിൻ ഷുഡ് സ്ട്രിക്ട്ലി ബി അറ്റൻഡ് ആൻഡ് പ്രോട്ടോകോൾ പോസ്റ്റർ ഷുഡ് ബി വാൾ മൗണ്ടഡ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പ്രത്യേകിച്ച് ഗ്ലൗസസ് അല്ലെങ്കിൽ ഗ്ലാസ് മാസ്ക് എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അവിടെ എവിടെയൊക്കെ വലിച്ചെറിയാൻ പാടുണ്ടോ? ഇങ്ങനെയായിരിക്കണം അതിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട്. ചിലപ്പോ വാൾ മൗണ്ടഡ് ഏരിയാസിൽ കൃത്യമായിട്ട് കളർ കോഡ് ചെയ്ത്, വാൾ മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഇപ്പൊ ഏതൊക്കെ കണ്ടെയ്നേഴ്സിലാണ് ഏതൊക്കെ സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പച്ച, മഞ്ഞ, നീല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളർ കോഡിൽ കളർ ബിൻസ് ഉണ്ടായിരിക്കും, ലേബൽ ചെയ്തിട്ടുള്ള കളർ ബിൻസ് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഏരിയാസിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ മുകളിൽ എന്തായിരിക്കും, കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ടായിരിക്കും ഏതുതരം വേസ്റ്റ് ആണ് അവിടെ ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പോസ്റ്റർ ചെയ്തിട്ടുള്ള ഏരിയാസിലുള്ള ബിൻസിൽ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ കളർ കോഡുള്ള ബിന്ന് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ മാത്രമായിരിക്കണം നമ്മൾ എന്ത് ഡിസ്പോസ് ചെയ്യേണ്ടത്, ഗ്ലൗസസുകൾ ഉപയോഗിച്ച ശേഷം നിക്ഷേപിക്കേണ്ടത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരുടെ രണ്ട് പോയിന്റ്സിൽ മാത്രമേ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ്? ഓൾ സ്റ്റാഫ് മസ്റ്റ് വെയർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്. ഡെലിവറി ടേബിളിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്താണ്, കൃത്യമായിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്സ് ഉപയോഗിക്കേണ്ടതാണ്. PPE വെയർ ചെയ്തിട്ട് വേണം പെർഫോം ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് എന്താണ്, നമ്മൾ ക്യാപ്സും മാസ്കും നിർബന്ധമായിട്ടും ധരിച്ചിരിക്കുക. പിന്നെ ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസ് ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ആക്യുറേറ്റ് ഹാൻഡ് വാഷിംഗ്. നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഹാൻഡ് വാഷിങ്ങിന് ശേഷം മാത്രമാണ് സ്റ്റെറൈൽ ഗ്ലൗസസ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രിവെൻഷൻ പ്രാക്ടീസസുകളും നമ്മൾ പ്രൊസീജിയേഴ്സ് എല്ലാം കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ഇതെല്ലാം ഇത്തരത്തിലുള്ള ഗ്ലൗസസ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുള്ളതിലായിരിക്കും ഡിസ്പോസ് ചെയ്യേണ്ടത്? പ്രോട്ടോകോൾസ് അനുസരിച്ച് കൊണ്ട് കളർ കോഡഡ് ആയിട്ടുള്ള ബിൻസിൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഏരിയാസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഏരിയാസിലുള്ള ബിൻസിൽ മാത്രമായിരിക്കും നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ രണ്ട് പോയിന്റും? Then last one, supervision for quality of care in the labor room. Supervision for quality of care in the labor room. ലേബർ റൂമിനകത്ത് നടക്കുന്ന സൂപ്പർവിഷൻസ് മേൽനോട്ടം വഹിക്കുന്നത് ആരായിരിക്കും? ഇതിന് പ്രത്യേകമായിട്ടൊരു ഹെഡ് ഉണ്ടായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് ലേബർ റൂമിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നതിന് അവരുടെ ക്ലീൻനെസ് അല്ലെങ്കിൽ അവരുടെ ശുചിത്വം മതിയായ രീതിയിൽ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ലേബർ റൂമിന്റെ കംപ്ലീറ്റുള്ള കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയൊരു എന്തായിരിക്കും, ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരു അധികാരികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിൽ പറയുന്നത്. Should have a neatness checklist for evaluation that should be completed and signed by the supervisor who conduct visit of the labor room. Should have a neatness checklist. എന്താണ് neatness checklist എന്ന് പറയുന്നത്? അതായത് ലേബർ റൂം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതാരാണ് കൈകാര്യം ചെയ്യുന്നത്? സൂപ്പർവൈസർ ആയിരിക്കും അല്ലെ. അപ്പൊ ലേബർ റൂമിന്റെ ക്ലീനിങ് സെഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ ചെക്ക് ലിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നോക്കിയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? കൃത്യമായിട്ട് സൈൻ ചെയ്യും. സൂപ്പർവൈസർ ആയിരിക്കും അത് സൈൻ ചെയ്യുന്നത്. ഓക്കെ,
ചെക്ക് ലിസ്റ്റിൽ പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ഓരോ ഏരിയാസുമായി ബന്ധപ്പെട്ട് അവിടെ ഇങ്ങനെയാണോ എന്നുള്ള രീതിയിലുള്ള ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അഡിക്കേറ്റ്സ് പീരിയോഡിക് ടൈമിൽ ഓരോ സ്റ്റാഫുകൾ കൃത്യമായിട്ട് വരുന്നുണ്ടോ, പേഷ്യൻസിനെ നോക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ് ആ ചെക്ക് ലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, മെറ്റേണിറ്റി വാർഡിന്റെ ഏരിയ ക്ലീനസ് എങ്ങനെയാണ്, ഒബ്സർവേഷൻ ഏരിയയിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത്, എക്സാമിനേഷൻ ഏരിയയിൽ എങ്ങനെയാണ്, ഈ എല്ലാ ഏരിയാസും എന്താണ് ഈ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ടാണ് അതിന്റെ നീറ്റ്നെസ് അവർ വിലയിരുത്തുന്നത്. ലാസ്റ്റ് അവിടെ സൂപ്പർവൈസർ ആയിരിക്കും സൈൻ ചെയ്യുന്നത്. ഓക്കെ, then second one, the facility in charge should visit labor room twice during each week. ഫെസിലിറ്റി ഇൻചാർജ് എപ്പോഴാണ് ലേബർ റൂം വിസിറ്റ് ചെയ്യുന്നത്? The facility in charge should visit labor room twice during each week. അല്ലെ, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും എന്താണ് ആ ലേബർ റൂം ഇൻചാർജ് ഉള്ള വ്യക്തികൾ സ്റ്റാഫുകൾ എന്താണത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, നിർബന്ധമായിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. Then the OBG or MU in charge of the labor room is required to visit the labor room twice every day. OBG or MU, OBG എന്താണ്? Obstetrics and Gynecology അല്ലെങ്കിൽ മെറ്റേണിറ്റി യൂണിറ്റ് അല്ലെ, ഒബ്സ്റ്ററിക്സ് ആൻഡ് ഗൈനക്കോളജി അല്ലെങ്കിൽ മെറ്റേണിറ്റി യൂണിറ്റ് ഇൻചാർജ് ഉള്ള വ്യക്തികൾ അല്ലെ, ഇൻചാർജ് നിർബന്ധമായിട്ട് എന്താണ് വിസിറ്റ് ലേബർ റൂം ട്വൈസ് എവറി ഡേ, ദിവസം 2 പ്രാവശ്യങ്ങളിൽ എന്താണ് മെറ്റേണിറ്റി ഇൻചാർജ് യൂണിറ്റ് ഇൻചാർജ് ഉള്ളവരെ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, then the nursing supervisor or nurse in charge should visit at least once in every shift. The nursing supervisor or nurse in charge should visit at least once in every shift. എന്താ പറയുന്നത്? നഴ്സ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സ് ഇൻചാർജ് ഉള്ള വ്യക്തികള് അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു ദിവസം 1 പ്രാവശ്യമെങ്കിലും എന്താണ് ലേബർ റൂം കൃത്യമായിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ ഷിഫ്റ്റിനനുസരിച്ച് ആരാണോ ഷിഫ്റ്റ് ആയി വരുന്നത് അത് കൃത്യമായിട്ട് ലേബർ റൂം കംപ്ലീറ്റ്ലി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. Okay, then the supervisor should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and timely manner. In a timely manner. ഇനി വരുന്ന സൂപ്പർവൈസേഴ്സ് ഒക്കെ എന്താണ് അതിനകത്ത് എല്ലാ തരത്തിലുള്ള അവൈലബിലിറ്റി, എല്ലാ സപ്ലൈസസും കൃത്യമായിട്ട്, എല്ലാ എസെൻഷ്യൽ സപ്ലൈസസ് ഒക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടോ, നല്ല രീതിയിലുള്ള പ്രാക്ടീസസ് ആണ് അവിടെ കൊടുക്കുന്നത്, എല്ലാം നല്ല കൃത്യമായ ടൈമിലാണോ എല്ലാ സപ്ലൈസസിന്റെയും അവൈലബിലിറ്റി കിട്ടുന്നത് എന്നൊക്കെ സൂപ്പർവൈസേഴ്സ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇത് ലേബർ റൂമിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും കൃത്യമായിട്ട് അവിടെ ലഭിക്കുന്നുണ്ടോ, എല്ലാ കൃത്യമായ രീതിയിലുള്ള പ്രാക്ടീസസ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാണ് സൂപ്പർവൈസ് ചെയ്തത്, അവരുടെ സൂപ്പർവൈസർ കൃത്യമായ രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്, അത് അനലൈസ് ചെയ്യുന്നുണ്ടാകും. Then every month a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. They should ponder on ways to improve the quality in the labor room. Feedback of supportive supervision should also be shared during these meetings. എല്ലാ മാസവും എന്തെന്തായിരിക്കും ഒരു റിവ്യൂ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ലേബർ റൂം പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനുവേണ്ടി ആ റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലേബർ റൂംസിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകളുടെ ഇൻവോൾവ്മെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കെയർസ് ആണ് അവരോട് കൊടുക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള കെയറിംഗ് ആണ് കൊടുക്കുന്നത്, എല്ലാ റിസോഴ്സും കൃത്യമായിട്ട് അവൈലബിൾ ആണോ എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങളൊക്കെ എന്താണ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റിവ്യൂ മീറ്റിംഗ് എല്ലാ മാസവും അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതിന്റെ പ്രധാന കാര്യം എന്താണ്? ഇപ്പൊ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ മീറ്റിംഗിൽ എന്താണ് അതെല്ലാം അനലൈസ് ചെയ്യുകയും എന്തെങ്കിലും ഫീഡ്ബാക്സുകൾ പറയുകയാണെങ്കിൽ, അതായത് ലേബർ റൂമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മീറ്റിംഗ്സിൽ അതൊക്കെ ഷെയർ ചെയ്തതിനു ശേഷം ആ പോരായ്മകളൊക്കെ നികത്തിയിട്ടായിരിക്കും പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ എല്ലാ മാസവും എന്താണ് ഒരു റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യും. ലേബർ റൂം പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്തതിന്റെ ഫീഡ്ബാക്കുകളൊക്കെ അനലൈസ് ചെയ്തതിനു ശേഷം എന്താണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് എല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും, അല്ലെ, ഇംപ്രവൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ,
Labor room should thus provide standardized and high quality services during childbirth. Control of infection and safety are also vital factors referred to in the labor room. Labor room ഏത് തരത്തിലുള്ള സർവീസസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് ഹൈ ക്വാളിറ്റി സർവീസസ് ആണ് അല്ലെ. ഏറ്റവും നല്ല നിലവാരമുള്ള കെയർസ് ആണ് അല്ലെങ്കിൽ സർവീസസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് childbirth, control of infection and safety are also vital factors we bring to the labor room. എന്താണ് പ്രസവ സമയത്തും അതുപോലെ തന്നെ എന്താണ് ചൈൽഡ് ബർത്തിന്റെ സമയത്ത് എന്താണ് ഇൻഫെക്ഷൻസ് കൺട്രോൾസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സുരക്ഷിത ലേബർ പേഷ്യൻസിനും അതുപോലെ നവജാത ശിശുക്കൾക്കും എന്താണ് ഒരേപോലെയുള്ള ഒരു പരിചരണം, നല്ല രീതിയിലുള്ള പരിചരണം എന്നുള്ള നല്ലൊരു സ്റ്റാൻഡേർഡൈസ്ഡ് സർവീസസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, supervision for quality of care in the labor room. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ലേബർ റൂമുമായി ബന്ധപ്പെട്ട് നീറ്റ്നെസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെക്ക് ലിസ്റ്റ് അനലൈസ് ചെയ്യുന്നതായിരിക്കും അല്ലെ. ആരാണ് അത് അനലൈസ് ചെയ്യുന്നത്? സൂപ്പർവൈസർ ആയിരിക്കും അല്ലെ. ലേബർ റൂം സൂപ്പർവൈസർ ആയിരിക്കുള്ളൂ നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട് ചെക്ക് ലിസ്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫെസിലിറ്റി ഇൻചാർജ് ഏത് സമയത്തൊക്കെയാണ് വിസിറ്റ് ചെയ്യുന്നത്? Twice during each week. ആഴ്ചയില് 2 പ്രാവശ്യമെങ്കിലും ലേബർ റൂംസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ലേബർ റൂം ഇൻചാർജ് ആണെങ്കിൽ ഒബ്സ്റ്ററ്റിക്സ് ഗൈനക്കോളജി അല്ലെങ്കിൽ മെറ്റേണിറ്റി യൂണിറ്റ് ഇൻചാർജ് ഉള്ള ആരാണോ വെച്ചാല് ലേബർ റൂം എന്താണ് ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അവർക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ നഴ്സിംഗ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസേഴ്സുകൾ ഓരോ ഷിഫ്റ്റിനനുസരിച്ച് ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യത്തിൽ എന്താണ് ലേബർ റൂം വിസിറ്റ് ചെയ്യുന്നു. പിന്നെ സൂപ്പർവൈസേഴ്സ് എന്തൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്? അതിനകത്ത് എല്ലാ തരത്തിലുള്ള സപ്ലൈസും കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ, എല്ലാത്തരം ഫെസിലിറ്റീസും നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, എല്ലാ റിസോഴ്സസും അവൈലബിൾ ആണോ, എല്ലാം കൃത്യ ടൈമിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ആരാണ് അനലൈസ് ചെയ്യുന്നത്? സൂപ്പർവൈസേഴ്സ് ആണ്. പിന്നെ എവറി മന്ത് നമ്മൾ എന്താണ് ലേബർ റൂമിനകത്ത് നടത്തുന്നത്? എല്ലാ മാസവും ഒരു ലേബർ റൂം പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് ഒരു റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നു. റിവ്യൂ മീറ്റിംഗ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ലേബർ റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫെസിലിറ്റീസും അല്ലെങ്കിൽ സ്റ്റാഫ്സിന്റെ ഇൻവോൾവ്മെന്റ്, ലേബർ പേഷ്യൻസിന്റെ കെയർ നവജാത ശിശുക്കളുടെ കെയർ എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ, അനലൈസ് ചെയ്യുക മീറ്റിംഗിൽ. ഇനി ആ മീറ്റിംഗിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ആ പോരായ്മകളൊക്കെ മാറ്റിയിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. ലേബർ റൂമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് ഹൈ ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് അണുബാധ നിയന്ത്രണവും കൃത്യമായിട്ടുള്ള രീതിയിൽ ചൈൽഡ് നവജാത ശിശുക്കളെയും അതോടൊപ്പം തന്നെ എന്താണ് പ്രഗ്നന്റ് വുമൻസിന് നല്ല രീതിയിലുള്ള ലേബർ റൂം പേഷ്യൻസിനും അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസിന് നല്ല രീതിയിലുള്ള കെയേഴ്സ് ആണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെയേഴ്സ് ആണ് അനുഭവിക്കുന്നത് ലേബർ റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ ലേബർ റൂം. ഇപ്പൊ അടുത്ത ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ നിനക്ക്? ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. ANM stand for ANM stand for ANM എക്സ്പാൻഷൻ എന്ന് പറയാമോ? ANM auxiliary nurse midwife. ഓക്കെ, എക്സാമിന് ചോദിക്കാനുണ്ട് കേട്ടോ അത്. പിന്നെ
മെറ്റേണിറ്റി യൂണിറ്റ് ഇൻചാർജ് ഏത് സമയം എപ്പോഴാണ് വിസിറ്റ് ചെയ്യുന്നത് ലേബർ റൂം? എപ്പോഴാണ് വിസിറ്റ് ചെയ്യുന്നത്? Twice every day, അല്ലെ? Twice every day. Guards in charge should visit at least one in every shift. Guards in charge should visit at least one in every shift. Nursing supervisor അല്ലെങ്കിൽ nurse, അല്ലെ? ശരി. LBW stand for low birth weight. Low. ഒരിക്കലും മാറരുത് കേട്ടോ. Low. LOW. Waste should be separated into dash and dash waste. Waste should be separated into dash and dash waste. Waste നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? Waste സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Infectious and non-infectious waste. Okay, infectious and non-infectious waste. Okay. Okay, Shiri, thank you. Have a nice day. Thank you.